സോ ഹലോ ഗൈസ്, എല്ലാവർക്കും ഫയർടെക് സ്കോറിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കുളം. അന്ന് കണ്ടതിനെക്കാട്ടും കുറേ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമ്മൾ കുറേ മീനുകളെ വാങ്ങിയിട്ടിട്ടുണ്ട്. ഇതാണ് ആൽബിനോ കാറ്റ് ഫിഷ് എന്ന് പറയും, ആൽബിനോ കാറ്റ് ഫിഷ്. അപ്പോൾ ഗൈസ്, നമ്മൾ ആൽബിനോ കാറ്റ് ഫിഷിനെ എടുത്തു. 5 എണ്ണം ഉണ്ട് കേട്ടോ ഗൈസിൽ. ഇത് നമ്മുടെ കുളം. നമ്മളിനി ഇതിൽ നിന്ന് വൃത്തിയാക്കിയിട്ട് ആ മീനുകളൊക്കെ കാട്ടിത്തരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കുളം. വെള്ളം മഴ പെയ്ത് വെള്ളം കൂടി. അപ്പോൾ ഇനി ഇത് വൃത്തിയാക്കണം. വൃത്തിയാക്കൽ ചടങ്ങും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ കാട്ടിത്തരാം. നമ്മുടെ ഓസ്കാറേയും കാട്ടിത്തരാം നമ്മ. അപ്പോൾ ഇതാദ്യം വൃത്തിയാക്കാൻ നമ്മൾ ഇത് അവിടെ നിന്ന് പൈപ്പിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആൽബിനോ കാറ്റ് ഫിഷ്. ഇത്തിരി സൈസ് വിരലിൻ്റെ സൈസായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇപ്പോൾ വാങ്ങിയിട്ടുള്ളൂ. 5 എണ്ണം ഉണ്ട് കേട്ടോ ഇതിൽ. നമ്മൾ ഇതിൽ ആൽബിനോ കാറ്റ് ഫിഷിനെയും പിന്നെ ഓസ്കാറിനെയും വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം തൽക്കാലത്തിനാണ് കേട്ടോ. വേറെ ടാങ്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിലേക്ക് മാറ്റുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്കിതൊന്ന് വൃത്തിയാക്കണം. അപ്പോൾ ഇത് വാങ്ങിയതിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഇതിൽ 12 മുഷി പിന്നെ 10 വരാൽ, മറ്റേ തരം വരാലാണ് കേട്ടോ, നാടൻ വരാലല്ല. 10 വരാൽ, പിന്നെ ഒരു ആൽബിനോ സക്കർ, പിന്നെ ഇതിൽ 2 ഓസ്കാറിൻ്റെ കുഞ്ഞുങ്ങൾ കിടക്കുന്നത്. അതാണ് അറ്റത്ത് കണ്ടാണ് ഓസ്കാർ. അപ്പോൾ നമ്മൾ ഇതൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്ക് കാട്ടിത്തരാം. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം ഒന്ന് കുറച്ചിട്ടൊക്കെയാണ്. മഴ കുറഞ്ഞ സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് വെള്ളം കുറച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ മീനുകളെ നേരത്തെ തന്നെ പിടിച്ചിട്ട് ഇതാ അറ്റത്ത് കാണുന്നതാണ് ആൽബിനോ സക്കർ എന്ന് പറയുന്നത്. ഇത്തിരി വലുതായിട്ടോ ഗൈസ്, നമ്മുടെ മുമ്പുണ്ടായാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പിടിച്ച മുഷികളെ കാട്ടിത്തരാം. കുറച്ച് മുഷികളെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറേ മുഷികൾ, ഇതിൽ നമ്മൾ 5 മുഷികളെ ഇട്ട് 10 മുഷികളെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. 10 മുഷികളെ. ഇതാണ് വരാൽ. ഈ ബ്രാലിൻ്റെ നാടൻ ബ്രാലല്ല, ഇത് നമ്മുടെ ടൈഗർ ഓസ്കാറിൻ്റെ കുഞ്ഞാണ് കേട്ടോ ഗൈസ്. നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട. ഇതിൽ നമ്മുടെ വൈറ്റ് ഓസ്കാറും ഉണ്ട്. അപ്പോൾ അവർ തമ്മിൽ കടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ മുഷി അതിലുണ്ട്, വരാലും അതിലുണ്ട്. പിന്നെ നമ്മുടെ ഈ വരാലിനെടുത്തിട്ട് ഇതിലിക്കിടാണ്. അപ്പം 5 വരാൽ അതിൽ കടന്നോട്ടെ. കാരണം വരാൽ ഇതിൽ കടന്ന് വളർന്നോട്ടെ. മറ്റുള്ള വരാലുകൾ പിടിക്കാൻ കിട്ടാണ്ട് കേട്ടോ ഗൈസ്. ഭയങ്കര ഓട്ടം. മുഷീന് നമ്മൾ മറ്റേ മുഷികളുടെ ഒപ്പിടും. ഇപ്പോൾ കുറേ മുഷികളുണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് ആഫ്രിക്കൻ മുഷി. ഈ ആഫ്രിക്കൻ മുഷീനെ നമ്മെടുത്ത് ഇവിടെ കൊണ്ടിടും. അപ്പോൾ നമുക്ക് നേരെ ആഫ്രിക്കൻ മുഷീനെ എടുത്ത് നമ്മുടെ മുഷിപ്പോണ്ടിക്ക് പോവാം. അപ്പോൾ ഇത്രയധികം മുഷിയുണ്ട് കേട്ടോ ഗൈസ്. ഈ മുഷികളൊക്കെ ആഫ്രിക്കൻ മുഷികൾ വേണ്ടവർ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്താൽ നമ്മൾ തരുന്നതായിരിക്കും. ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടാൽ മതി. സ്ഥലമൊക്കെ വിട്ടാൽ മതി. നമ്മൾ അതിലേക്ക് വിട്ടു കൊടുത്തിട്ടുണ്ട് ആഫ്രിക്കൻ മുഷിനെ. പിന്നെ ഇതിലിപ്പോൾ 5 മുഷിയും 5 വരാലും പിന്നെ ഒരു ആൽബിനോ സക്കറും മാത്രമേ ഉള്ളൂ ഗൈസ്. മറ്റേതിൽ 20 മുഷികളുണ്ട് ഇപ്പോൾ അടക്കം ഇഷ്ടമെങ്കിൽ. ഓ, നമ്മളിനി ഇതിൽ അലിഗേറ്റർ കാറിനൊക്കെ ഇടുന്നതാണ് ഗൈസ്. അലിഗേറ്റർ കാർ, വാഹ, അതിനൊക്കെ പിടിച്ചിടുന്നതായിരിക്കും. പാടത്ത് കുറേ മീനുകളും വന്നിട്ടുണ്ട്. ആ മീനുകളൊക്കെ നമ്മൾ ഒരു ബ്രേസിൽ പിടിച്ചിട്ടുണ്ട്. മോൺസ്റ്റർ ഫിഷിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിവിടെ ഒരു വാളമീൻ, അതിൻ്റെ ഒരു ചെറിയൊരു ടാങ്ക് ഉണ്ടാക്കുന്നുണ്ട്. വാളമീൻ വളർത്തുന്നുണ്ട്. അപ്പോൾ വാളമീൻ വളർത്തുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഇടും. വാളമീനെ വാങ്ങുന്ന വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ വീണ്ടും ഒരു ഡ്രം വയ്ക്കുന്നതാണ്. പിന്നെ ഇതാ നമ്മുടെ പാടത്തുനിന്ന് പിടിച്ച കുറച്ച് മീനുകളുണ്ട്. പിന്നെ ഗപ്പി, ഇതാണ് പാടത്തുനിന്ന് പിടിച്ച പരല് മീനുകൾ. മോൺസ്റ്റർ ഫിഷിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിടിച്ചാണ്. കുറേയൊക്കെ ചത്തു പൊന്തിയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഗപ്പികളാണ് കേട്ടോ ഗൈസ്. ഇതൊക്കെ നമ്മുടെ ഗപ്പികളെ നമ്മൾ ഒന്ന് വലിയ പോണ്ടിക്ക് ഉണ്ടാക്കിയിട്ട് മാറ്റണം. തൽക്കാലത്തിന് ഗപ്പിനെ ഇതിക്കാക്കിയിരിക്കുകയാണ്. നമ്മുടെ ഗപ്പി ഒരെണ്ണം പ്രസവിക്കാറായിട്ടുണ്ട്. പിന്നെ ഇതിൽ അടിപൊളി നല്ല വെടുപ്പുള്ള ഗപ്പികളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്